അപ്പോൾ വെന്തിട്ടുണ്ട്, ഞണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ചെറിയ വീഡിയോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഷാപ്പ് മോഡൽ ഞണ്ട് റോസ്റ്റ് അതാണെന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട ഞണ്ടൊക്കെ നമ്മളെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഈ കാണുന്ന രീതിയിൽ വേണം ക്ലീൻ ചെയ്യാനായിട്ട്. ഇങ്ങനെ അത് പൊളിച്ചെടുക്കണം, കാണുന്ന രീതിയിൽ പൊളിച്ചെടുക്കണം. ഈ കാലൊന്നും കളയണ്ട, അതിലൊക്കെ മാംസമുള്ളതായിരിക്കും. ഇതിൻ്റെ കാലിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഈ കാണുന്ന ഭാഗമൊക്കെ കളയണം, അതൊക്കെ വേസ്റ്റാണ്. അതിൻ്റെ ഈ ഭാഗമൊക്കെ കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഞണ്ട് കട്ട് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പം ഞണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഒരുപാടൊന്നും ബലം പിടിക്കാൻ പറ്റില്ല. മോനുള്ള ഭാഗങ്ങളുണ്ടാവില്ല, കാലമൊക്കെ ഒരു മുള്ളു പോലെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്നത് 2 കിലോ ഞണ്ടാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ അത് അനാവശ്യമായിട്ട് മറ്റു സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു 5 സവാള നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കാം. ഒരു 5 പച്ചമുളക് ഈ കാണുന്ന രൂപത്തിൽ നമ്മൾ കരിഞ്ഞെടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ഈ കാണുന്ന രൂപത്തിൽ അരിഞ്ഞെടുക്കുക. ചെറിയ പീസായിട്ട് അരിഞ്ഞാൽ മതി. വെളുത്തുള്ളി നമുക്ക് ഈ കാണുന്ന രൂപത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇത് ഈ കാണുന്ന രൂപത്തിൽ വളരെ ചെറുതാക്കി വേണം അരിയാനായിട്ട്. ഒരു 3 തക്കാളി ഈ കാണുന്ന രൂപത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ ചട്ടി വെച്ച് കൊടുക്കാൻ പോണേ. ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 100 മില്ലി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, മതിയോ? അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിലേക്കായിട്ട് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കണേ. അപ്പോൾ സവാള അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണ്ട ഇതിൽ. ഇനി ഇത് വാടുന്നവരെ, വാടി കളറൊക്കെ ഒന്ന് മാറണം, അതുവരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിലേക്കായിട്ട് നമ്മളൊരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്താലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് വേഗം വാടി കിട്ടും. പിന്നെ വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, നമ്മുടെ സവാള ഒരു വിധം വാടി നിറക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക്. ഓക്കെ, ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം കരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്.
നമ്മളെ ടേസ്റ്റ് പോലെ കൂടുതൽ വീട്ടിലുള്ള ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്കായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഒരു 1/2 ലിറ്റർ വെള്ളത്തോളം ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ എല്ലാം കൂടെ ഒന്ന് മാറണ്ടേ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാൻ പോണേ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. അപ്പോൾ ഓക്കെ, ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഏകദേശം വെന്തിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ, ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നല്ല മണക്ക് വരുന്നുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ട്, ഞണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 50 മില്ലി വെളിച്ചെണ്ണ മതിയാവും. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ മേലൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. സവാള, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. തക്കാളി ഇതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷാപ്പ് മോഡൽ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഷാപ്പ് മോഡൽ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലോ, എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവരെ വിളിച്ചിട്ട് ചോദിക്കാം. രണ്ടുപേരുമായി ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. എന്നാലുള്ളത് കാഴ്ചക്കാർക്കൊരു സന്തോഷം തോന്നുന്നു. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ ഷാപ്പിൽ നിന്നൊക്കെ കഴിക്കുമ്പോഴൊക്കെ അറിയില്ല അതേ ടേസ്റ്റ്. അപ്പോൾ സൂപ്പറാണെന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.